നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 25,000 കവിഞ്ഞിരിക്കുകയാണ്. വടക്കൻ ഗാസയിലെ ജബാലിയ മുതൽ തെക്കൻ നഗരമായ ഖാൻ യൂനീസ് വരെ കനത്ത ബോംബാക്രമണവും വെടിവയ്പും തുടരുന്നു. ഈ കാരണത്താൽ ആ പ്രദേശങ്ങൾ ചോരക്കളമായി മാറി. വടക്കൻ ഗാസയിൽ നിന്ന് ഹമാസിനെ തുരത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ മേഖലയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ച് കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 178 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ആകെ 25,105 പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 62,681 പേർക്കാണ് പരിക്കേറ്റത്. ഗാസയിൽ ഇതുവരെ 9,000 ഹമാസുകാരെ വധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഗാസ യുദ്ധത്തിൽ പരിക്കേറ്റ 1000-ഓളം പേർക്ക് ഈജിപ്ത് തുറമുഖത്തുള്ള യുദ്ധക്കപ്പലിൽ ചികിത്സ നൽകിയതായി ഫ്രാൻസ് അറിയിച്ചു. ഗാസ മുനമ്പിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ അൽ അരിഷ് തുറമുഖത്ത് നങ്കൂരമിട്ട ഫ്രഞ്ച് കപ്പലിൽ ഓപ്പറേഷൻ തിയേറ്ററുകളും വാർഡുകളും 70 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. നിലവിൽ 120 പേരാണ് ചികിത്സയിലുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുല്ല പക്ഷത്തെ 2 പേർക്ക് ജീവൻ നഷ്ടമായി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ പറയുന്നത് പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിയില്ലെന്നാണ്. ഇസ്രായേൽ ആക്രമണം ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയും വ്യാപക നാശമുണ്ടാക്കുകയും ചെയ്യുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് പറഞ്ഞു. അതേസമയം ഗാസ എന്ന പ്രദേശത്ത് പരക്കെ ഇസ്രായേൽ വ്യാപകമായി ആക്രമണം നടത്തുമ്പോൾ മേഖലയിലെ പൗരാണിക സ്മാരകങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെടുന്നു. ഇത് ഹമാസിനെ ചൊടിപ്പിക്കുന്നുണ്ട്. നിരവധി പള്ളികൾ ഇതിനോടകം ഇസ്രായേൽ തകർത്തെറിഞ്ഞു. ഗാസ എന്ന നഗരമേ തുടച്ചു നീക്കാൻ വേണ്ടി നെതന്യാഹു നടത്തുന്നതിന്റെ അനന്തര ഫലമാണിതെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നു. സാംസ്കാരിക ഉന്മൂലനം എന്ന രീതിയിലേക്കാണ് ഗാസയിലെ പ്രദേശങ്ങളുടെ തകർച്ച മാറിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 100 ദിവസങ്ങൾ പിന്നിട്ട ആക്രമണങ്ങളിൽ ഏകദേശം 200-ലധികം ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകത്തെ തുടച്ചു നീക്കുന്നു എന്നത്. ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ആരോപിക്കുന്ന നിരവധി യുദ്ധക്കുറ്റങ്ങളിലൊന്ന് ലൈബ്രറികൾ, മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, പുരാതന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പലസ്തീൻ എന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക പ്രാധാന്യമുള്ള നിരവധി കേന്ദ്രങ്ങളെ ഇസ്രായേൽ നശിപ്പിക്കുകയും എന്നാണ്. ഒരു പുരാതന തുറമുഖം, അപൂർവ രേഖകളുള്ള പള്ളി, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ആശ്രമങ്ങളിൽ ഒന്ന് തുടങ്ങി നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ചിലത് മാത്രമെന്നാണ് അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.